വഞ്ചിയൂരിൽ റോഡിൽ സ്റ്റേജ് കെട്ടിയ സംഭവത്തിൽ പോലീസ് ഇന്ന് ഹൈക്കോടതിയിൽ റിപ്പോർട്ട് സമർപ്പിക്കും. ഏരിയ സെക്രട്ടറിക്കെതിരെ അടക്കം കേസെടുത്തത് സൂചിപ്പിച്ചായിരിക്കും വഞ്ചിയൂർ പോലീസ് റിപ്പോർട്ട്. വിഷയത്തിൽ ഹൈക്കോടതിയുടെ ഭാഗത്തു നിന്ന് രൂക്ഷ വിമർശനമുണ്ടായതിന് പിന്നാലെയാണ് പോലീസ് കേസെടുക്കാൻ പോലും തയ്യാറായത്. ഏറെ വിമർശനങ്ങൾ നേരിട്ടതിന് പിന്നാലെയാണ് പോലീസ് റിപ്പോർട്ട് സമർപ്പിക്കുക. കേസിലെ തുടർ നടപടികളടക്കം റിപ്പോർട്ടിലുണ്ടാകും. CPM പാളയം ഏരിയ സെക്രട്ടറി വഞ്ചിയൂർ ബാബുവിനും മറ്റ് 30 പേർക്കുമെതിരെ കേസെടുത്തിരുന്നു. ഇക്കാര്യങ്ങൾ അടക്കമായിരിക്കും പോലീസ് റിപ്പോർട്ടിൽ സമർപ്പിക്കുക. ഒപ്പം വഞ്ചിയൂർ സ്റ്റേഷൻ SHOയും നേരിട്ട് ഹാജരാകണമെന്ന് കോടതി നിർദ്ദേശമുണ്ടായിരുന്നു. പൊതുജനങ്ങളുടെ സഞ്ചാര സ്വാതന്ത്ര്യം തടസ്സപ്പെടുത്തിക്കൊണ്ടുള്ള പരിപാടികളും ഫ്ലെക്സ് ബോർഡുകളും സ്ഥാപിക്കാൻ പാടില്ല എന്ന കോടതി ഉത്തരവ് ലംഘിച്ചാണ് CPM സ്റ്റേജ് കെട്ടിയത്. ഇത് വിവാദമാകുകയും ഏറെ വിമർശനങ്ങൾക്കിടയാക്കുകയും ചെയ്തു. പിന്നാലെ ഹൈക്കോടതിയുടെ ഭാഗത്തു നിന്ന് രൂക്ഷമായ വിമർശനമുണ്ടായി. സ്റ്റേഷൻ ഹൗസ് ഓഫീസറോട് നേരിട്ട് ഹാജരാകാൻ നിർദ്ദേശിക്കുകയും ചെയ്തു. കോടതിയുടെ ഭാഗത്തു നിന്ന് വിമർശനം വന്നതിന് പിന്നാലെയാണ് കേസെടുക്കാൻ പോലീസ് നിർബന്ധിതരായത്. സമ്മേളനം ഉദ്ഘാടനം ചെയ്ത CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ അടക്കമുള്ള നേതാക്കളെ കേസിൽ നിന്ന് ഒഴിവാക്കിക്കൊണ്ടാണ് റിപ്പോർട്ട്. ജനം, തിരുവനന്തപുരം.